+1 മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 1 ആയിട്ടുള്ള സെറ്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഏതൊരു കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുമ്പോഴും അത് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. ജർമ്മൻ മാത്തമാറ്റീഷ്യൻ ആയിട്ടുള്ള ജോർജ് കാൻഡറാണ് സെറ്റ്സിനെ കുറിച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇവിടെ നൽകിയിട്ടുള്ളത് കുറച്ച് കളക്ഷൻസിന് എക്സാമ്പിളാണ്. ഫസ്റ്റ് എക്സാമ്പിൾ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 10, അതായത് 10 താഴെയുള്ള ഒറ്റ സംഖ്യകൾ ഏതൊക്കെയാണ്? 1, 3, 5, 7, 9. ഈ ഒരു കളക്ഷനിൽ നമ്പർ 2 ഉൾപ്പെടുമോ? ഇല്ല അല്ലേ. അതായത് നമ്പർ 2 എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണ്. അതുപോലെ 4, 6, 8 എന്നീ നമ്പറുകളൊന്നും ഈ ഒരു കളക്ഷനിൽ ഉൾപ്പെടില്ല. ഇതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്. അതായത് ഇവിടെ നമുക്ക് പറയാൻ കഴിയും ഏതൊക്കെ ഒബ്ജക്റ്റ് ഇത് ഈ കളക്ഷനിൽ ഉൾപ്പെടും, ഏതൊക്കെ ഒബ്ജക്ട്സ് ഈ കളക്ഷനിൽ ഉൾപ്പെടാതിരിക്കുമെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നുണ്ട് അല്ലേ. ഇനി ഇന്ത്യയിലെ സെക്കൻഡ് കളക്ഷൻ ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഇന്ത്യയിലെ റിവേഴ്സിനെയാണ്, റിവേഴ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഒരുപാട് നദികളുണ്ട്, അതിൻ്റെ ഒരു കളക്ഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഗംഗ, യമുന, ഗോദാവരി, ബ്രഹ്മപുത്ര, ഒരുപാട് നദികൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ പറയാൻ പറ്റും നൈൽ എന്നുള്ള നദി അതിൽ ഉൾപ്പെടുന്നില്ല. നൈൽ എന്ന് പറയുന്നത് ഇന്ത്യയിലെ നദിയല്ല. ഏതൊക്കെ നദികളാണ് ഈ ഒരു കളക്ഷനിൽ ഉൾപ്പെടുന്നത്, ഏതൊക്കെ നദികളാണ് ഇതിൽ ഉൾപ്പെടുത്താത്തത് നമുക്ക് കൃത്യം പറയാനായിട്ട് കഴിയുന്നുണ്ട് അല്ലേ. ഇതും ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് ആണ്. തേർഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത് വൊവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്. ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലുള്ള വൊവൽസ് ഏതൊക്കെയാണത്? എ, ഇ, ഐ, ഒ, യു. അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റും വൈ എന്ന് പറയുന്ന ഈ ലെറ്റർ ഈ ഒരു കളക്ഷനിൽ ഉൾപ്പെടുന്നില്ല. അതുപോലെ തന്നെ സെഡ് എന്ന് പറയുന്ന ലെറ്റർ ഈ ഒരു കളക്ഷനിൽ ഉൾപ്പെടുന്നില്ല. അപ്പോൾ ഏതൊക്കെ ഒബ്ജക്റ്റ് ആണ് ഈ ഒരു കളക്ഷനിൽ ഉൾപ്പെടുന്നത്, ഏതൊക്കെ ഒബ്ജക്റ്റ് ആണ് ഈ ഒരു കളക്ഷനിൽ ഉൾപ്പെടാത്തത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നുണ്ട്. അതായത് ഇറ്റ്സ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ്. അപ്പോൾ സെറ്റ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ്. നേരത്തെ കണ്ട 3 കളക്ഷൻസും സെറ്റിന് എക്സാമ്പിളാണ്. സെറ്റ്സ് ആർ യൂഷ്വലി ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. അതായത് സെറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. നമുക്ക് അറിയാം സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്നുള്ളത് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ N ഉപയോഗിച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അതുപോലെ തന്നെ റിയൽ നമ്പേഴ്സിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ R ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യും. അപ്പോൾ ജനറലി നമ്മൾ സെറ്റ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. ഒബ്ജക്ട്സ്, എലമെൻറ്റ്സ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് എ സെറ്റ് ആർ സിനോണിമസ് ടേംസ്. അതായത് നമുക്ക് അറിയാം സെറ്റ് ഓഫ് വവൽസ് എന്ന് പറയുന്നത് എ, ഇ, ഐ, ഒ, യു. ഇതാണ് സെറ്റ് ഓഫ് വവൽസ്. അതിലെ നമുക്ക് ഈ എനെ ഈ സെറ്റിലെ എലമെൻ്റ് ആണ്, അല്ലെങ്കിൽ ഈ സെറ്റിലെ ഒരു ഒബ്ജക്റ്റ് ആണ് എ. അതുപോലത്തെ ഇ എന്ന് പറയുന്നത് ഈ സെറ്റിലെ ഒരു എലമെൻ്റ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു സെറ്റിലെ മെമ്പർ ആണ്, ഈ ഒരു സെറ്റിലെ ഒബ്ജക്റ്റ് ആണെന്നൊക്കെ നമുക്ക് പറയാം. എലമെൻറ്റ്, മെമ്പേഴ്സ് ഓഫ് എ സെറ്റ് എന്ന് പറയുന്നത് സിനോണിമസ് ആയിട്ടുള്ള ടേംസ് ആണ്. തേർഡ് പോയിന്റ്, ദ എലമെന്റ്സ് ഓഫ് എ സെറ്റ് ആർ റെപ്രസെൻറ്റഡ് ബൈ സ്മോൾ ലെറ്റേഴ്സ്. സെറ്റ് ഓഫ് വവൽസ് എടുക്കുകയാണെങ്കിൽ അതിൽ ഏതൊക്കെ എലമെന്റ്സ് വരുന്നത്? എ, ഇ, ഐ, ഒ, യു. അപ്പോൾ അവയെ ഡിനോട്ട് ചെയ്യുന്നത് എ, ഇ, ഐ, ഒ, യു എന്നതിന് പകരം എലമെന്റ്സ് എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്യണം. എ, ഇ, ഐ, ഒ, യു. ഇതാണ് കറക്റ്റ് വേ. അപ്പോൾ എലമെന്റ്സ്, ഒരു സെറ്റിലെ എലമെന്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. സെറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ സിമ്പിൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇതാണ് ഗ്രീക്ക് സിമ്പിൾ ആയിട്ടുള്ള എപ്സിലോൺ. ഇതിൻ്റെ പേരാണ് എപ്സിലോൺ. ഈ ലെറ്റർ എങ്ങനെയാണ് നമ്മൾ സെറ്റിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഒരു സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പറിനെ നമ്മൾ ക്യാപിറ്റൽ N വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും. ഇതെന്ന് പറയുന്നത് സെറ്റ് ഓഫ് നമ്പേഴ്സ് ഫ്രം 1, 2, 3 അപ് ടു ഇൻഫിനിറ്റി. അപ്പോൾ നമുക്ക് ഇവിടെ പറയാം 1 എന്ന് പറയുന്നത് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ദിസ് സെറ്റ്. അതുപോലത്തെ 2 എന്ന് പറയുന്നതും ഈ സെറ്റിലെ എലമെൻ്റ് ആണ്. 3 എന്ന് പറയുന്ന നമ്പർ ഈ സെറ്റിലെ എലമെൻ്റ് ആണ്. അപ്പോൾ അതിനെ മറ്റൊരു രീതിയിൽ പറയാം 1 ബിലോങ്സ് ടു the set of natural number. അതുപോലെ തന്നെ 2 belongs to set of natural number. അതിനെ സിംബോളിക്കലി 1 belongs to Nനെ നമുക്ക് സിംബോളിക്കലി എഴുതാം 1 belongs to this set of natural number. ഇത് വായിക്കുന്നത് 1 belongs to N. അതുപോലെ തന്നെ 2 belongs to N. 3 belongs to N.
ഇനി നമുക്കറിയാം 0 എന്ന് പറയുന്നത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ 0 ഡസ് നോട്ട് ബിലോങ്സ് ടു n. അതിന് നമുക്ക് എങ്ങനെ സിംബോളിക്കൽ എഴുതാം? 0 ഡസ് നോട്ട് ബിലോങ്സ് ടു n. സെറ്റിനെ 2 ടൈപ്പിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ റോസ്റ്റർ ഫോം, അതിൻ്റെ മറ്റൊരു പേരാണ് ടാബുലർ ഫോം, ആ ഒരു രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ ഫോമിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് കഴിയും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എങ്ങനെയാണ് റോസ്റ്റർ ഫോമിൽ ഒരു സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ലിസ്റ്റിംഗ് എലമെൻറ്റ്സ് വിത്തിൻ കേളി ബ്രേസസ്, അതായത് നമ്മൾ ഒരു സെറ്റിലെ എല്ലാ എലമെൻറ്റ്സിനെയും ഈ കേളി ബ്രേസസിൻ്റെ ഉള്ളിലാണ് എഴുതുന്നത്. ആൻഡ് ദ എലമെൻറ്റ്സ് ആർ ബീയിങ് സെപ്പറേറ്റഡ് ബൈ കോമ. ഓരോ എലമെൻറ്റ്സിനെയും ഈ സെറ്റിനുള്ളിലെ ഓരോ എലമെൻറ്റ്സിനെയും നമ്മൾ കോമ ഉപയോഗിച്ചുകൊണ്ട് വേർതിരിച്ച് എഴുതും. അതായത് ഇപ്പോൾ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ കോമ ഉപയോഗിച്ചിട്ട് ഓരോ എലമെൻറ്റ്സിനെയും വേർതിരിച്ച് എഴുതി ഒരു കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതും. ഇതാണ് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ വേറൊരു എക്സാമ്പിൾ നോക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് വവൽസ് എങ്ങനെ റോസ്റ്റർ ഫോമിൽ എഴുതാം. അതായത് എ കോമ ഇ കോമ ഐ കോമ ഒ കോമ യു, അങ്ങനെ കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കോമാസ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് എഴുതുന്ന ആ ഒരു ഫോർമാറ്റാണ് റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടേബുലാർ ഫോം. സെറ്റ് ബിൽഡർ ഫോമിൽ നമ്മൾ എങ്ങനെയാണ് ഒരു സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ആ സെറ്റിലുള്ള എല്ലാ എലമെൻറ്റ്സിൻ്റെയും പ്രോപ്പർട്ടി നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സെറ്റ് ഓഫ് വവൽസിനെ നമുക്ക് എങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാൻ നോക്കാം. സെറ്റ് ഓഫ് വവൽസിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ വി ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യുന്നു. ദെൻ കേളി ബ്രേസസ് ഇടുക. എന്നിട്ട് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ഏതെങ്കിലും ഒരു ലെറ്റർ എടുക്കുക. ഞാനിവിടെ എക്സ് എടുക്കുന്നു. ദെൻ ഈ സിമ്പിൾ ഇടുക. ഇതിനെ പറയുന്ന പേരാണ് കോളൻ. ഈ സിമ്പിളിനെ പറയുന്ന പേരാണ് കോളൻ. ആ സിമ്പിൾ ഇടുക. എന്നിട്ട് ഈ സെറ്റിലുള്ള എക്സുകളുടെ പ്രത്യേകത എന്താ? എക്സ് ഈസ് എ വവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അങ്ങനെ എക്സിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ ഇവിടെ വിശദീകരിക്കണം. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇത് വായിക്കുന്ന രീതി ഇങ്ങനെയാണ്: സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ വവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. സെറ്റ് 2, 4, 6, 8നെ നമുക്ക് എങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാൻ നോക്കാം. ഇതിനായിട്ട് ഈ സെറ്റിനെ നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ഏതെങ്കിലും ഒരു ലെറ്റർ ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യുന്നു. ഈ സെറ്റിനെ ഞാൻ ക്യാപിറ്റൽ ബി ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യുന്നു. ദെൻ കേളി ബ്രാക്കറ്റ് ഇടുക. എന്നിട്ട് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ മറ്റൊരു ലെറ്റർ എടുക്കുക. ഞാൻ വേണ്ടി എക്സ് എടുക്കുന്നു. എക്സ് എഴുതിയതിന് ശേഷം നമ്മൾ കോളൻ സിമ്പിൾ ഇടുന്നു. ഇനി എക്സിൻ്റെ ഈ സെറ്റിലെ എക്സുകളുടെ പ്രത്യേകത എന്താ? ഇവിടെ 2, 4, 6, 8 ആണ്. അതായത് 10നും താഴെയുള്ള ഈവൺ നാച്ചുറൽ നമ്പറാണ് ഇത്. അപ്പോൾ എക്സിൻ്റെ പ്രോപ്പർട്ടി ഇവിടെ എക്സ് ഈസ് ആൻ ഈവൺ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10. ഇത് വായിക്കുന്ന രീതി ഇങ്ങനെയാണ്: സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഈവൺ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10. അപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ എന്താണ് സെറ്റിൻ്റെ ഡെഫിനേഷനെ കുറിച്ച് പഠിച്ചു. സെറ്റിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. സെറ്റിൻ്റെ ഡിഫറെൻറ്റ് റെപ്രസെൻറ്റേഷൻ നമ്മൾ പഠിച്ചു. റോസ്റ്റർ ഫോം, സെറ്റ് ബിൽഡർ ഫോം, അതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ സെറ്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കും. ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.